പ്രിയപ്പെട്ടവരെ, ലോകത്ത് ആർക്കും തർക്കമില്ലാത്ത, അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതാണ് മരണം. മരണത്തിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ജനിച്ചാൽ മരിക്കും എന്ന കാര്യം എല്ലാവർക്കും ഉറപ്പാണ്. ബാക്കി എല്ലാ കാര്യത്തിലും മനുഷ്യർ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ കാര്യത്തിൽ പോലും മനുഷ്യൻ തർക്കിക്കുന്നു. മനുഷ്യൻ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നു. അല്ലാഹു ഉണ്ടോ? അല്ലാഹു ഏകനാണോ? ഇങ്ങനെ അല്ലാഹുവിൻ്റെ വിഷയത്തിൽ മനുഷ്യൻ തർക്കിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന് പങ്കുകാരെ വെക്കുന്നവർ, അല്ലാഹുവിൻ്റെ ആസ്തിക്യം നിഷേധിക്കുന്നവർ, ഇങ്ങനെ ലോകത്ത് ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ ആസ്തിക്യം തന്നെ നിഷേധിക്കുന്ന, അല്ലാഹുവിൻ്റെ വഹദാനിയത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്ന് ലോകത്ത് ധാരാളമായി രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്ക് കാണാം. ദൈവ നിഷേധികൾ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എന്ന പേരിലൊക്കെ അവരിന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലാ വിഷയത്തിലും മനുഷ്യന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യൻ അല്ലാഹുവിൻ്റെ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ 77-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. മനുഷ്യൻ അല്ലാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ആസ്തിക്യത്തെ മനുഷ്യൻ ചോദ്യം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു പറയുന്നു, അവലം യറൽ ഇൻസാനു, സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ ആസ്തിക്യത്തെ ചോദ്യം ചെയ്യുന്ന മനുഷ്യൻ, അല്ലാഹുവിൻ്റെ ഏകത്വത്തിന്റെ വിഷയത്തിൽ മനുഷ്യൻ തർക്കിക്കുന്ന മനുഷ്യൻ, അവലം യറൽ ഇൻസാനു, ആ മനുഷ്യൻ കണ്ടില്ലയോ നാം അവനെ ഒരു ബീജകണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്നവർ, അല്ലാഹുവിൻ്റെ ആസ്തിക്യം ചോദ്യം ചെയ്യുന്നവർ, അല്ലാഹുവിൻ്റെ വിഷയത്തിൽ പരസ്പരം കലഹിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ലേ? അവനെ നാം ഒരു തുള്ളി ബീജഗണത്തിൽ നിന്നും രേതസ്കണത്തിൽ നിന്നുമാണ് നാം അവനെ സൃഷ്ടിച്ചത്. എന്നിട്ടോ എന്നിട്ട് അവനതാ പ്രത്യക്ഷമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷമായി ഒരു തുള്ളി രേതസ്കണത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ സൃഷ്ടാവിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ സൃഷ്ടാവിന്റെ വിഷയത്തിൽ അവൻ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സൃഷ്ടാവിന്റെ ആസ്തിക്യത്തെ അവൻ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ പൈശാചികമാണ്. നാം മനസ്സിലാക്കേണ്ടത്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ പിശാച് മനുഷ്യന്റെ ഇടയിലേക്ക് കടന്നു വരും. എന്നിട്ട് അവൻ മനുഷ്യനെ അല്ലാഹുവിന്റെ ആസ്തിക്യത്തെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കും. അങ്ങനാണല്ലോ ഒരു വിഭാഗം ആളുകൾ വളരെ ശക്തമായിട്ട് അല്ലാഹുവിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്തിവാദികൾ, നിരീശ്വരവാദികൾ അവരുടെ കടന്നുകയറ്റം വല്ലാതെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, യഖ്ദിശ് ശൈത്താനു അഹദകും, ഓരോ മനുഷ്യന്റെ അടുക്കലും പിശാച് ചെല്ലും. പിശാച് ചെന്നിട്ട് ചോദിക്കും,
മൻ ഖലഖ ഖദാ വ ഖദാ. ഭൂമിയിലുള്ള ഓരോന്നിനെയും ചൂണ്ടിക്കാണിച്ചിട്ട് പിശാച് മനുഷ്യനോട് ചോദിക്കും, ഇതിനെ ആരാണ് സൃഷ്ടിച്ചത്? കരയെ ആരാണ് സൃഷ്ടിച്ചത്? കടലിനെ ആരാണ് സൃഷ്ടിച്ചത്? ആകാശങ്ങളെ ആരാണ് പടച്ചത്? ഇങ്ങനെ ഓരോന്നിനെയും ചൂണ്ടി ഇന്നതിനെ ആരാണ് സൃഷ്ടിച്ചത്, ഇന്നതിനെ ആരാണ് പടച്ചത് എന്ന് പിശാച് മനുഷ്യനോട് ചോദിക്കും. അപ്പൊ മനുഷ്യൻ പറയും, ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ഇതിന്റെയൊക്കെ സൃഷ്ടാവ് അല്ലാഹുവാണെന്ന് മനുഷ്യൻ ഉത്തരം പറയുമ്പോൾ പിശാചിന്റെ അടുത്ത ചോദ്യം, എന്നാൽ നിന്റെ റബ്ബിനെ ആരാണ് സൃഷ്ടിച്ചത്? എല്ലാത്തിനെയും സൃഷ്ടിച്ചത് നിന്റെ റബ്ബാണെന്ന് നീ പറയുമ്പോൾ നിന്റെ റബ്ബിനെ ആരാണ് സൃഷ്ടിച്ചത്? അല്ലാഹുവിനെ ആരാണ് സൃഷ്ടിച്ചത്? പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു ചിന്താഗതി മനുഷ്യനുണ്ടായാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അപ്പോൾ പിശാചിൽ നിന്നും അഭയം തേടണം, അഭയം തേടണം. ഇത് പൈശാചികമായ ഒരു ദുർബോധനയാണ്. ഇത് മനുഷ്യന്റെ മനസ്സിൽ പിശാചിട്ട് കൊടുക്കുന്ന ഒരു ചിന്തയാണ്. ഇങ്ങനൊരു ചിന്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടായാൽ അപ്പോൾ അവൻ അല്ലാഹുവിൽ നിന്നും അഭയം തേടണം. എന്നിട്ട് അവൻ പാരായണം ചെയ്യണം സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് പാരായണം ചെയ്യണം. ആരാണ് അല്ലാഹുവിനെ സൃഷ്ടിച്ചത്? നിന്റെ റബ്ബിന്റെ സൃഷ്ടാവ് ആരാണ്? ഇതൊക്കെ സ്വയംഭൂവല്ലേ? അല്ലാഹു എന്ന് ഒരു ശക്തിയില്ല എന്നൊക്കെ ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അപ്പോൾ അവൻ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. എന്താണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ അർത്ഥം? നബിയെ താങ്കൾ പറയണം, ഹുവല്ലാഹു, ഹുവ അവൻ, അല്ലാഹു അതായത് അല്ലാഹു, അഹദ് അവൻ ഏകനാണ്. അല്ലാഹു ഏകനാണ്, അവന് സൃഷ്ടാവില്ല, അവനാണ് സൃഷ്ടാവ്. അവനെ ആരും സൃഷ്ടിച്ചതല്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് അവൻ നിരാശ്രയനാണ്. ലം യലിദ് വലം യൂലദ് അവൻ ആരുടെയും പിതാവല്ല, അവൻ ആരുടെയും സന്താനവുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവന് തുല്യമായി ഒരു ശക്തിയും ഒരു വ്യക്തിയും ഈ ലോകത്തില്ല. ഇതാണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ അർത്ഥം. ഇങ്ങനൊരു ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ ഈ സൂറത്ത് പാരായണം ചെയ്യണം. ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തയ്ക്ക് ഉത്തരമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരേ ഒരു കാര്യം, മനുഷ്യൻ തർക്കിക്കാത്ത ഒരേ ഒരു സംഗതി, അത് മരണം മാത്രമാണ്. അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും അള്ളാഹു പലതാണ് എന്ന് വാദിക്കുന്നവരും എല്ലാവരും മരണത്തെ അംഗീകരിക്കുന്നു. ആർക്കും മരണത്തെ നിഷേധിക്കാൻ കഴിയില്ല. ലോകത്താർക്കും ജനിച്ചാൽ മരിക്കും എന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട്. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്, യാഥാർത്ഥ്യമാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സൂറത്തു ആല ഇംറാൻ 185-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. നമ്മളൊക്കെ പലപ്പോഴും കേട്ട് പരിചിതമായ ഒരു ആയത്താണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ فَمَنْ زُحْزِحَ عَنِ النَّارِ وَأُدْخِلَ الْجَنَّةَ فَقَدْ فَازَ وَمَا الْحَيَاةُ الدُّنْيَا إِلَّا مَتَاعُ الْغُرُورِ كُلُّ نَفْسٍ ذَائِقَةُ الْمَوْتِ. എല്ലാ ശരീരവും
മരണത്തെ ആസ്വദിക്കും. എല്ലാവരും മരണത്തെ ആസ്വദിക്കും. ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മരണത്തെ ആസ്വദിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ആസ്വദിക്കും. അള്ളാഹു പറയാണ് എല്ലാവർക്കും മരണമുണ്ട്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നു, ഈ ലോകത്ത് നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ നന്മകളുടെയും പ്രതിഫലം, നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം ഈ ലോകത്ത് വെച്ച് നമുക്ക് കിട്ടുകയില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളുടെയും എല്ലാ സുഹൃതങ്ങളുടെയും പ്രതിഫലം പൂർത്തീകരിച്ച് ലഭിക്കപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫമൻ സുഖ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന. അപ്പോൾ ആര് നരകത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവോ ഫഖദ് ഫാസ, അവനാണ് വിജയിച്ചത്. ആരാ വിജയിച്ചത്? നരകത്തിൽ നിന്നും ആരെയാണോ അകറ്റി നിർത്തപ്പെടുന്നത്, ആരെയാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, അവനാണ് വിജയിച്ചത്. സ്വർഗം ലഭ്യമായാൽ, നരകത്തിൽ നിന്നുള്ള വിമോചനം സാധ്യമായാൽ ഫഖദ് ഫാസ, അവൻ വിജയിച്ചു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമൽ ഹയാത്തിദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റെന്താണ് ഈ ലോക ജീവിതം? കബളിപ്പിക്കുന്ന വഞ്ചനയുടെ ചരക്കാണ് ഈ ലോകം. ഇത് വഞ്ചിക്കും നമ്മൾ. അപ്പോ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഈ ആയത്ത് നാം ഒരിക്കലും മറന്നു പോകരുത്. എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുക ചെയ്യും. ഐനമാ തഖൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. സൂറത്തുൽ നിസാ 78ാമത്തെ സൂക്തത്തിൽ കാണാം, ഐനമാ തഖൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, എത്ര ഭദ്രമായ കെട്ടിടത്തിൽ, എത്ര ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടയ്ക്കുള്ളിലായാൽ പോലും, ഒരു കോട്ടയ്ക്കുള്ളിലായാൽ പോലും അസ്രായീൽ അവിടെ വരും. മരണം നിങ്ങളെ പിടികൂടും, നിങ്ങൾ മരിക്കും. ആ മരണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. മരണത്തെ ജീവിക്കാൻ ആർക്കും ഈ ലോകത്ത് സാധ്യമല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏ മനുഷ്യരെ, നിങ്ങൾ ഓടി ഒളിക്കുന്ന മരണം, നിങ്ങൾ ഭയപ്പെടുന്ന മരണം തീർച്ചയായും നിങ്ങളെ കണ്ടുമുട്ടും. ഒരു ദിനം ആ മരണം നിങ്ങളെ പിടികൂടും. എന്നിട്ട് അല്ലാഹു പറയുന്നു, സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന, രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിലേക്ക് നിങ്ങളെ യാത്രയാക്കപ്പെടും. ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി അപ്പോൾ അവൻ നിങ്ങളോട് സംസാരിക്കും. നമ്മൾ ഈ ലോകത്ത് ചെയ്ത നന്മകളെ കുറിച്ച് അല്ലാഹു നാളെ വിചാരണയുടെ ലോകത്ത് നമ്മളോട് പറയും. നമ്മൾ ചെയ്ത തിന്മകളെ കുറിച്ചും അല്ലാഹു നമ്മളോട് പറയും. നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണ്. ഓടി ഒളിക്കുന്ന മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. മരണം പിടികൂടുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാവർക്കും ഒരു ആയുസ്സുണ്ട്. ഇരിക്കുന്ന നമുക്കൊക്കെ ഒരു ആയുസ്സുണ്ട്. നമ്മുടെ ആയുസ് എപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഇരിക്കുന്ന ഒരുപാട് പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്. ഈ ഇരിക്കുന്നവരിൽ ആദ്യം മരിക്കുന്നത് പ്രായമുള്ളവരാണ്, പിന്നെ യുവാക്കളാണ്, പിന്നെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളാണ് എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാവർക്കും അല്ലാഹു ഒരു ആയുസ്, ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു തീരുമാനിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ, ആയുസ് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു സെക്കൻഡ് സമയം ഒന്നിക്കുകയോ പിന്തിക്കുകയോ ഇല്ല. ആ കൃത്യ സമയത്ത് നമ്മുടെ റൂഹ് അസ്രായീൽ അലൈഹിസ്സലാം പിടിക്കും. കൃത്യം. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ അകാല മരണം എന്ന് ഒന്നില്ല.
ചില കുട്ടികളൊക്കെ യുവാക്കളൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ അകാല മരണം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇസ്ലാമിൽ അകാല മരണമില്ല. ഒരു കുട്ടി, ഇപ്പോൾ പിറന്ന ഒരു കുട്ടി ജനിച്ചാലും, ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടി ജനിച്ചാലും, ഒരു യുവാവ് മരിച്ചാലും, ഒരു വൃദ്ധനായ മനുഷ്യൻ മരിച്ചാലും ആയുസ് തീരെ മരിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആയുസ് തീർന്നു, മരണപ്പെട്ടു. ഇതാണ് നമ്മുടെ വിശ്വാസം. അകാല മരണം എന്നൊന്നും പറയാൻ പാടില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാമിനെ പഠിപ്പിക്കുന്നത്. ഓരോരുത്തർക്കും അല്ലാഹു കണക്കാക്കിയ നിശ്ചയിച്ച ആയുസ് അവധി എത്തിക്കഴിയുമ്പോൾ എല്ലാവരും മരണപ്പെടും. പക്ഷെ ആ മരിക്കുന്നത് എവിടെ വെച്ചാണെന്നോ, എപ്പോഴാണെന്നോ, എങ്ങനെയാണെന്നോ അല്ലാഹു തആല ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. നമുക്ക് നമ്മുടെ മരണം ആലോചിച്ച്, നമ്മൾ എങ്ങനെയായിരിക്കും മരിക്കുന്നത്? വീട്ടിൽ കിടന്ന് മരിക്കുമോ? ഹോസ്പിറ്റലിൽ വെച്ചാണോ നമ്മുടെ മരണം? നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്രാമത്തെ വയസ്സിലായിരിക്കും നമ്മൾ മരണപ്പെടുന്നത്? ആ മരണപ്പെടുന്നപ്പോൾ നമ്മുടെ ചുറ്റും ആരൊക്കെ ഉണ്ടാവും? നമുക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. ആയുസ് എപ്പോഴാ തീരുന്നതെന്ന് നമുക്കറിയില്ല. അല്ലാഹു തആല പറയുകയാണ്, ഒരൊറ്റ ശരീരത്തിനും പിന്നീട് എന്താണ് അവൻ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നറിയില്ല. ഈ പള്ളിയിലേക്ക് കുളിച്ച് പരിശുദ്ധമായ ജുമാ നമസ്കാരത്തിന് വേണ്ടി വന്ന നമ്മൾ ഈ നമസ്കാരം കഴിഞ്ഞിട്ട് പലതും ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമസ്കാരം കഴിഞ്ഞിട്ട് സുഹൃത്തിനെ കാണാൻ പോകണം, കട തുറക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉദ്ദേശിച്ച് തീരുമാനിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് വന്നത്. അല്ലാഹു പറയുകയാണ്, ഈ നമസ്കാരം നിർവഹിക്കാൻ കഴിയുമെന്നോ, നമസ്കാരം കഴിഞ്ഞ് നീ പ്ലാൻ ചെയ്തു വന്ന കാര്യം നിനക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നോ നിനക്കറിയില്ല. അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഭൂമിയിൽ എവിടെയാണ് നീ മരണപ്പെടുന്നത് എന്ന് നിനക്ക് പറയാൻ കഴിയില്ല. ചുങ്കപ്പാറയിൽ ജനിച്ചു, ചുങ്കപ്പാറയിൽ തന്നെ മരിക്കണമെന്നുണ്ടോ? നമ്മൾ ചുങ്കപ്പാറ ജനിച്ചത് കൊണ്ട് ചുങ്കപ്പാറ മരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അല്ലാഹു പറയുകയാണ്, ഏതും ഭൂമിയിൽ എവിടെ വെച്ച് മരണപ്പെടുമെന്നും ഒരൊറ്റ ശരീരത്തിനും പറയാൻ സാധ്യമല്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഇതൊക്കെ അല്ലാഹു സൂക്ഷ്മ നിരീക്ഷകനാണ്. അല്ലാഹു എല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിക്കും. എപ്പോഴാ മരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ അല്ലാഹു നമ്മളെ ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കാൻ അല്ലാഹു തീരുമാനിച്ചതെങ്കിൽ നമ്മളെ അങ്ങോട്ട് അല്ലാഹു തആല കൊണ്ടുപോകുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇദാ അറാദല്ലാഹു ഖബ്ള അബ്ദിൻ ഫി അർദിൻ ജഅല ലഹു ബിഹാ ഹാജ. ഇപ്പൊ അല്ലാഹു നമ്മളെ മക്കയിൽ വെച്ച് മരിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിൽ, അല്ലെങ്കിൽ മദീനയിൽ വെച്ച് മരിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഭൂമിയുടെ മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് മരിപ്പിക്കാൻ ഉദ്ദേശിച്ചുവെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു കാരണമുണ്ടാകും. അങ്ങോട്ട് പോകേണ്ട ഒരു കാരണം ഉണ്ടാകും. ഉദാഹരണമായിട്ട് നമുക്ക് മദീനയിൽ വെച്ച് മരിക്കാനാണ് അല്ലാഹു തീരുമാനിച്ചതെങ്കിൽ നമുക്ക് പ്രതികൂലമായ സാഹചര്യമാണ്, ഉംറയ്ക്ക് പോകാൻ സാമ്പത്തികമായ പ്രയാസമുണ്ട്. പക്ഷെ എങ്കിലും ആ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാകും. നമ്മൾ പോകും ഉംറയ്ക്ക്, നമ്മൾ ചെല്ലും മദീനയിൽ. അവിടെ ചെന്ന് നമ്മുടെ റൂഹ് പിടിക്കപ്പെടും. അല്ലാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് ആ പുണ്യമായ ഭൂമികൾ ചെന്ന് മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അന്നേരം ഒരു സാഹചര്യം ഉണ്ടാകും, ഒരു കാരണമുണ്ടാകും. എന്നിട്ട് അല്ലാഹു തആല ആ ഭൂമിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആ ഭൂമിയിൽ വെച്ച് അല്ലാഹു തആല നമ്മളെ മരിപ്പിക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ പ്രവാചകനാണ്. സുലൈമാൻ കാറ്റിനെ അല്ലാഹു തആല വഴിപ്പെടുത്തി കൊടുത്ത പ്രവാചകൻ, ജിന്നുകളെ അല്ലാഹു വഴിപ്പെടുത്തി കൊടുത്ത പ്രവാചകൻ, പക്ഷി പറവാദികളുടെയും സസ്യലതാദികളുടെയും സംസാരം മനസ്സിലാക്കി കൊടുത്ത പ്രവാചകൻ, ഇറുമ്പുകൾ, പക്ഷികൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ രാജസന്നിധിയിൽ തന്റെ ജനങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിൽ ധാരാളം ആളുകളുണ്ട്, മനുഷ്യരുണ്ട്, മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്,
പക്ഷികളുണ്ട്, പറവകളുണ്ട്, എല്ലാവരും ഉണ്ട് സുലൈമാൻ നബിയുടെ രാജസദസ്സിൽ. ആ സമയത്ത് സദസ്സിന്റെ ഏറ്റവും പുറകിലിരിക്കുന്ന ഒരു യുവാവായ മനുഷ്യൻ, ഒരു അപരിചിതനായ മനുഷ്യൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആ സദസ്സിലേക്ക് കയറി വന്നു. അപരിചിതനാണ്. ആ സദസ്സിൽ ആർക്കും ആ മനുഷ്യനെ അറിയില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിലിരുന്ന ഏറ്റവും പുറകിലിരുന്ന ഒരു യുവാവായ മനുഷ്യനെ ഈ അപരിചിതനായ മനുഷ്യൻ തുറിച്ചു നോക്കി. വളരെ ഗൗരവത്തോടുകൂടി, അത്ഭുതത്തോടുകൂടി, ആശ്ചര്യത്തോടുകൂടി നോക്കി. സദസ്സൊക്കെ അവസാനിച്ചു. ഈ യുവാവായ മനുഷ്യൻ വന്നിട്ട് സുലൈമാൻ നബിയോട് ചോദിച്ചു, സുലൈമാൻ നബിയെ, ഒരു അപരിചിതനായ മനുഷ്യൻ ഈ സദസ്സിലേക്ക് കടന്നു വന്നല്ലോ. അതെ, കടന്നു വന്നു. അദ്ദേഹം എന്നെ രൂക്ഷമായിട്ട് നോക്കിയിട്ടുണ്ട്, എന്നെ തുറിച്ചു നോക്കിയിട്ടുണ്ട്. അയാൾ എന്നെ തീഷ്ണമായിട്ട് നോക്കി. അയാളുടെ നോട്ടത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയി. സുലൈമാൻ നബിയെ, ആരാണ് അയാൾ? സുലൈമാൻ നബി പറഞ്ഞു, അത് മലക്കുൽ മൗത്ത് അസ്രാഈൽ അലൈഹിസ്സലാമാണ് വന്നത്. അപ്പൊ മനുഷ്യൻ പറഞ്ഞു, എന്നെ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ റൂഹ് പിടിക്കാൻ സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എന്നെ ചൈനയുടെ അങ്ങേയറ്റത്തേക്ക് എന്നെ കൊണ്ടുപോകണം. ഇത് നടക്കുന്നത് ഫലസ്തീനിലാണ്. സുലൈമാൻ നബിയുടെ കൊട്ടാരം ഫലസ്തീനിലാണ്. സുലൈമാൻ നബിയോട് പറഞ്ഞു, എന്നെ ഫലസ്തീനിൽ നിന്നും ചൈനയിലേക്ക്, മറ്റു ചില റിവായത്തുകളിലുള്ളത് ഇലാ അഖ്സൽ ഹിന്ദ്, ഇന്ത്യയുടെ അങ്ങേയറ്റത്തേക്ക് എന്നെ കൊണ്ടുപോകണമെന്നാണ്. സുലൈമാൻ നബിക്ക് കാറ്റ് വഴിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ ശക്തമായ വേഗതയിൽ സഞ്ചരിക്കുന്ന കാറ്റിൽ ഈ മനുഷ്യനെ ചൈനയിലേക്ക് കൊണ്ടുപോയി. ഈ മനുഷ്യനെ ചൈനയിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ഈ മലക്കുൽ മൗത്ത് അസ്രാഈൽ അലൈഹിസ്സലാം സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ ഈ സന്നിധിയിൽ സദസ്സിൽ വന്നു. അപ്പൊ സുലൈമാൻ നബി ചോദിച്ചു, ഏ അസ്രാഈൽ, എന്റെ സദസ്സിലിരുന്ന ഒരു മനുഷ്യനെ, ഒരു യുവാവിനെ നിങ്ങൾ കണ്ടമാനം പേടിപ്പിച്ചല്ലോ, നോക്കി പേടിപ്പിച്ചല്ലോ. നിങ്ങളുടെ തീഷ്ണമായ നോട്ടം കണ്ട് അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ടു പോയി. അദ്ദേഹം ഇന്ന് ചൈനയിലേക്ക് പോയിരിക്കുകയാണ്. എന്താണ് അയാളെ നോക്കിയത് എന്ന് ചോദിച്ചപ്പോൾ സുലൈമാൻ നബിയെ, മറ്റൊന്നുമല്ല, അത്ഭുതം, മഹാത്ഭുതം. ഈ മനുഷ്യന്റെ റൂഹ് ചൈനയിൽ പിടിക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. തൊട്ടടുത്ത സമയം ഇദ്ദേഹത്തിന് ചൈനയിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഫലസ്തീനിൽ തങ്ങളുടെ രാജകൊട്ടാരത്തിൽ, തങ്ങളുടെ സദസ്സിൽ ഈ മനുഷ്യൻ ഇരിക്കുന്നു. ഈ മനുഷ്യന്റെ റൂഹ് ഞാൻ ചൈനയിൽ വെച്ച് എങ്ങനെ പിടിക്കും എന്ന ആശ്ചര്യത്തോടെ, അത്ഭുതത്തോടെ ഞാൻ നോക്കിയതാണെന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് മലക്കുൽ മൗത്ത് പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മരണം എവിടെയാണ്, എവിടെ വെച്ചാണ്, എപ്പോഴാണോ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മൾ അങ്ങോട്ട് പോകും, അവിടെ വെച്ച് നമ്മുടെ റൂഹ് പിടിക്കപ്പെടും. അതുകൊണ്ട് നമുക്ക് എവിടെ വെച്ചാണ് നമ്മുടെ മരണം എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എപ്പോഴും മരണത്തെ കുറിച്ചുള്ള ചിന്തയോടെ ജീവിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മരണത്തിന് പ്രത്യേക പ്രായമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഉണർത്തുന്നു എന്ന് മാത്രം. എത്രയോ പ്രായമുള്ള ആളുകൾ, രോഗികളായ ആളുകൾ, അല്ലേ? നമ്മൾ ഓർക്കുന്നത്, എനിക്കിപ്പം എൻ്റെ ബോഡിയൊക്കെ ഫിറ്റാണ്, പ്രത്യേകിച്ച് എനിക്ക് രോഗങ്ങളൊന്നുമില്ല, ഞാൻ ഇനി കുറെ കാലം കൂടി ജീവിക്കും, മരിക്കാൻ സമയമായിട്ടില്ല, മരിക്കാൻ പ്രായമായിട്ടില്ല എന്നാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ, മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു, وكم من سقيم عاش حينا من الدهر وكم من فتى أمسى وأصبح لاحقا وأكفانه في الغيب تنسج لا يدري. ശ്രദ്ധിക്കണം. എത്രയോ അരോഗദൃഢഗാത്രരായ ആളുകൾ, എത്രയോ അരോഗദൃഢഗാത്രരായ ആളുകൾ, ഒരു രോഗവുമില്ലാതെ കഴിഞ്ഞുകൂടിയ ആളുകൾ
ഒരു കാരണവുമില്ലാതെ പൊടുന്നനെ മരിച്ചു വീഴുകയാണ്. എത്രയോ ആളുകൾ പൊടുന്നനെ ആകസ്മികമായ മരണം പിടികൂടുകയാണ്. എന്നാൽ പല മാരകമായ രോഗങ്ങൾ പിടിപെട്ട്, ക്യാൻസർ പിടിപെട്ട്, ബ്രെയിൻ ട്യൂമർ പിടിപെട്ട്, അറ്റാക്കുണ്ടായി സ്ട്രോക്ക് വന്ന് തളർന്നുപോയ മനുഷ്യർ, മാരകമായ രോഗങ്ങൾ വന്ന് ഒരു തുള്ളി വെള്ളം പോലും തൊണ്ടയിൽ നിന്നും ഇറങ്ങിപ്പോകാത്ത മനുഷ്യർ, ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന മനുഷ്യർ, അവർ യുഗാന്തരങ്ങളോളം ജീവിച്ചിരിക്കുകയാണ്. പിന്നെയും വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്നു. എത്രയോ യുവാക്കളാണ്, യുവതികളാണ് ചിരിച്ചും കളിച്ചും നടക്കുന്നത്. എന്നാൽ ആ യുവാക്കളും യുവതികളും അറിയണം, മരണമുണ്ട്. അവർക്കുള്ള കഫൻ തുണി നെയ്യപ്പെട്ടിരിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള ഖബർ കുത്താൻ ആളുകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിസ്മരിച്ചു പോകരുത്. ഏതെങ്കിലും ഒരു യുവാവ് മരണപ്പെട്ടാൽ അയാൾക്ക് കഫൻ തുണി നെയ്യപ്പെട്ടിട്ടില്ല, ഖബറടക്കം മാറ്റിവെച്ച ചരിത്രമുണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും എപ്പം മരിക്കുന്നു അപ്പോൾ കഫൻ തുണി റെഡിയാണ്, ഖബർ കുത്താൻ ആളുകൾ റെഡിയാണ്. പക്ഷെ ഈ മരണത്തെ വിസ്മരിച്ചുകൊണ്ട് എത്രയോ യുവാക്കളും യുവതികളുമാണ് ഭൗതിക സുഖങ്ങളിലും സുഖ സന്തോഷങ്ങളിലും മതിമറന്ന് ജീവിക്കുന്നത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. എപ്പോഴും മരണം നമ്മെ പിടികൂടാം. അതുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങണം. അതൊരു വലിയ യാത്രയാണ്, ഒരു വലിയ യാത്രയാണ്. മരണമെന്ന് പറയുന്നത് അനശ്വരമായ ലോകത്തേക്കുള്ള യാത്രയാണ്. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങണം. എങ്ങനെ മരണത്തിന് വേണ്ടി ഒരുങ്ങണ്ടേ? മരണത്തിന് വേണ്ടി ഒരുക്കം നടത്താതെ മരിപ്പിക്കല്ലേ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് മരിപ്പിക്കല്ലേ എന്ന്. പെട്ടെന്നുള്ള മരണം, ആകസ്മികമായ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയം തേടിയ ചില മരണങ്ങൾ ഞാൻ ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഈ വിഷയം പൂർത്തിയാക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 തരത്തിലുള്ള മരണത്തിൽ നിന്നും നബി തങ്ങൾ അഭയം തേടിയിട്ടുണ്ട്. 7 തരത്തിൽ. ഞാനിത് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരിത് ശ്രദ്ധിക്കണം. അറബിയിൽ പഠിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിന്റെ മലയാളത്തിലെങ്കിലും ഈ പ്രാർത്ഥന ദിവസവും നമ്മൾ ചെയ്യണം. വിവരണങ്ങളും വിശദീകരണങ്ങളും ഇല്ലാതെ അതിന്റെ അർത്ഥം മാത്രം ഞാൻ പറയാം. അതും കെട്ടിടങ്ങൾ തകർന്ന് ആ കെട്ടിടങ്ങളുടെ അടിയിൽപ്പെട്ട് മരിക്കുക. അതുപോലെ ഉയർന്ന സ്ഥലത്ത് നിന്നും വീണ് മരിക്കുക. കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ മലയുടെ മുകളിൽ നിന്നോ ഉയർന്ന സ്ഥലത്ത് നിന്നും വീണ് മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. മുങ്ങി മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. മുങ്ങി മരിക്കുക. തീപിടുത്തമുണ്ടായി മരിക്കുന്നതിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലും മിക്കവാറും പത്രങ്ങളിൽ നാം വായിക്കും, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീപിടിച്ച് 20 യാത്രക്കാർ മരണപ്പെട്ടു. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് കാർ യാത്രക്കാർ തൽക്ഷണം മരണപ്പെട്ടു. ഇങ്ങനെ നമ്മൾ വായിക്കാറുണ്ട്. തീപിടുത്തമുണ്ടായി മരിക്കുക. വാർദ്ധക്യ സഹജമായ രോഗം, വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ നിന്നും എന്നെ നീ കാത്തി എനിക്ക് അഭയം നൽകണമേ. വാർദ്ധക്യം, ആ വാർദ്ധക്യമുണ്ടായി ബുദ്ധി നഷ്ടപ്പെട്ടു, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു, കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, കിടന്ന കിടപ്പിലാണ് മലമൂത്ര വിസർജനം നടത്തുന്നത്. ഇങ്ങനെ വേണ്ടപ്പെട്ടവരെങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാലെന്നും മരിക്കുന്ന ആഗ്രഹിക്കുന്ന തരത്തിൽ വാർദ്ധക്യമുണ്ടാകുക. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. മരണമാകുന്ന, മരണപ്പെടാൻ പോകുന്ന സമയത്ത് പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും
നമുക്ക് മരണപ്പെടുന്ന സമയത്ത് വലിയ ദാഹമുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കടലോളം വെള്ളം കുടിച്ചാലും തീരാത്ത ദാഹം. ആ സമയത്ത് പിശാച് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരും. എന്നിട്ട് പിശാച് പറയും, വെള്ളത്തിന്റെ പാനപാത്രം കാണിച്ചിട്ട് പറയും, വെള്ളം ഞാൻ നിനക്ക് തരാം, നീ അല്ലാഹുവിൽ അവിശ്വസിക്കണം, എന്നിൽ വിശ്വസിക്കണം എന്ന് പിശാച് നമ്മളോട് പറയുന്ന ഒരു സന്ദർഭമുണ്ട് മരണപ്പെടുന്ന സമയത്ത്. ആ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്നും അവന്റെ ചതിയിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു. വഅഊദു ബിക അൻ നമൂത ഫീ സബീലിക മുദ്ബിറൻ വഅഊദു ബിക അൻ നമൂത ലദീറൻ. ഹബീബായ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുന്ന സമയത്ത് മരണപ്പെടുക, ശത്രുക്കളുടെ വെട്ടേറ്റ് മരിക്കുക, അല്ലെങ്കിൽ ഓട്ടത്തിൽ എവിടെയെങ്കിലും തട്ടി വീണ് മരിക്കുക, ഈ മരണത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. വഅഊദു ബിക അൻ നമൂത ലദീറ. വിഷജന്തുക്കളുടെ കടിയേറ്റ് മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇത് പിന്നെ പ്രവാചകന്റെ പ്രാർത്ഥന, അല്ലാഹുവേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, പൊടുന്നനെയുള്ള മരണത്തിൽ നിന്നും, ആകസ്മികമായ മരണത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ, ആകസ്മികമായ മരണങ്ങൾ പ്രിയപ്പെട്ടവരെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് യുവാക്കളുടെ മരണം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക, അറ്റാക്കുണ്ടായി മരിക്കുക, ഇതൊക്കെ പത്രമാധ്യമങ്ങൾ നമ്മൾ വായിക്കുന്നവരാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നു. പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കൽ ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വിഷയം പറയുന്നത്, ഇൻഷാ അല്ലാഹ് നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങണം, മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കണം. എങ്ങനെയാണ് മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത്? ശ്രദ്ധിക്കണേ, എങ്ങനെ മരണത്തിന് വേണ്ടി ഒരുങ്ങണം, രോഗികളെ മരണത്തിന് വേണ്ടി എങ്ങനെ ഒരുക്കണം, മരണാസന്നനായ ആളുകളോട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, മരിച്ചാൽ മയ്യത്ത് നമസ്കാരം, ഖബറടക്കം, മൂന്നാം സിയാറത്ത്, ഖുർആനോദൽ, ഇങ്ങനെ പിന്നെ സിയാറത്ത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്.